പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഈ വീഡിയോ ആരും തട്ടിമാറ്റാതെ പൂർണ്ണമായിട്ട് കേൾക്കാനുള്ള ഒരു സന്മനസ് എല്ലാവർക്കും ഉണ്ടാകണം. ഇതൊരു വ്യക്തിയുടെ ജീവിത പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തട്ടിമാറ്റാതെ ദയവായി പൂർണ്ണമായിട്ട് കേൾക്കുക. ഇന്ന് നമ്മോടൊപ്പം നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിനകത്ത് നമ്മോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യേണ്ടി ഇരുന്ന ഒരു വ്യക്തിയാണ്. നവാസ്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നവാസ്ക 10 വർഷമായി നമ്മെപ്പോലെ തന്നെ ഈ നഗരത്തിനകത്ത് തൊഴിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു. നിർഭാഗ്യവശാൽ അല്ലെ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് 4 വർഷമായി അദ്ദേഹം ഇപ്പോൾ തൊഴിലെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹം വീട്ടിനകത്ത് വിശ്രമ ജീവിതത്തിലാണ്. അദ്ദേഹത്തിന് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു മാരക രോഗം പിടിപെട്ടുകൊണ്ട് അദ്ദേഹം ഇന്ന് വീട്ടിനകത്ത് വിശ്രമ ജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ രോഗത്തിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം അത് ഞങ്ങളിന്ന് ഇവിടെ വന്ന സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഒന്ന് കഴിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ മോക്ഷം പോകുന്നത് തന്നെ ഈ ഒരു ബാഗിലൂടെയാണ്. ഇത് കാണുമ്പോൾ തന്നെ വളരെയധികം ഭീകരമായൊരു അവസ്ഥയാണ്. അപ്പോൾ പുറമേ നിന്ന് ഒരാളൊക്കെ കാണുന്ന സമയത്ത് ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ സുന്ദരനായി നിൽക്കുന്ന നവാസ്ക അദ്ദേഹം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രയാസം അത് വല്ലാതെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹത്തെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ ഇക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ വീട്ടിൽ വന്നിട്ട്. ഇക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അവിടെ ഡിസ്ചാർജ് സമ്മറി കൊടുത്തിട്ട് പണം പോലും കൊടുക്കാൻ ശേഷിയില്ലാതെ 3 ദിവസമായി അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഹോസ്പിറ്റലിനകത്തുനിന്നും പോരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്രമാത്രം സാമ്പത്തികമായിട്ട് പരാധീനതയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് നവാസ്ക. 3 മക്കളാണ്. മൂത്ത മകന് 1-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ക്രിസ്ത്യൻ കോളേജിനകത്തുള്ള ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. 2-ാമത്തെ ഒരു മകന് 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 3-ാമതൊരു പെൺകുട്ടിയാണ്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് കോഴിക്കോട് നടക്കാവ് കാരാട് റോഡിലുള്ള ഒരു വാടക ഫ്ലാറ്റിലാണ്. ഉദാരമതികളുടെ സഹായം കൊണ്ടാണ് ഈ ഫ്ലാറ്റിൻ്റെ വാടക ഉൾപ്പെടെ കൊടുത്തു പോകുന്നത്. അതുപോലെ തന്നെ നടക്കാവ് പള്ളി കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് അവരുടേതായ രീതിയിലുള്ളൊരു സഹായങ്ങളും ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്, ഏതെങ്കിലും ഉദാരമതികൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ താല്പര്യരായിക്കൊണ്ട് മുന്നോട്ട് വരണമെന്നുള്ളതാണ്. കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഭക്ഷണം പോലും കഴിക്കാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു രുചിയുള്ളൊരു ഭക്ഷണം പോലും കഴിക്കാൻ ഭയപ്പെടുന്നൊരു ഭീകരമായ അവസ്ഥയാണ്. ആ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അങ്ങനെ ഈ ഒരു ദുരന്തപൂർണമായൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നവാസ്കയെ ചേർത്ത് പിടിക്കാൻ പ്രിയമുള്ള എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളോടും ഞങ്ങൾ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ മുൻകാലങ്ങളിൽ ഒരുപാട് തൊഴിലാളികളെ ഇതുപോലെ ചേർത്ത് പിടിച്ചതിൻ്റെ മാതൃക നമുക്കിടയിലുണ്ട്. അതേ ഒരു മാതൃക ഇതിനും പിൻപറ്റിക്കൊണ്ട് എല്ലാവരുടെയും അകമഞ്ഞ സഹകരണം നവാസ്കയുടെ വിഷയത്തിനകത്തും ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നവാസിൻ്റെ രോഗവിവരത്തെ സംബന്ധിച്ച് യാസർ ഒരുവിധമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ബാഗിലൂടെയാണ് മോഷൻ പോകുന്നത്. അപ്പോൾ മോഷൻ അതാത് സമയത്തിന് ബാഗ് മാറ്റേണ്ടതുണ്ട്. 150 രൂപ ഒരു ബാഗിന് വരും. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ സർജറി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ സാധാരണ 17-18 മീറ്ററോളം കുടലുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ 16 മീറ്ററോളം മുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് സർജറി ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഡെത്ത് സംഭവിച്ച ഒരാളുടെ ഇൻറ്റസ്റ്റൈൻ വെച്ച് ചേർക്കുകയാണെങ്കിൽ തന്നെ ഈ അസുഖം ഓൾറെഡി ശരീരത്തിലുള്ളത് കൊണ്ട് അതിനെയും ബാധിക്കും. അപ്പം അതും ചെയ്യാൻ സാധ്യമല്ല. ഇപ്പം ഇദ്ദേഹത്തിന് ഓൾറെഡി സർജറി ഇപ്പം ഉള്ള കുടൽ തന്നെ നിലനിർത്തുക, അതായത് 2 മീറ്റർ, അതിന് വേണ്ട സർജറിയാണ് ഇപ്പം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇക്ര ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിന് ഒരു ഭീമമായ തുക എന്തായാലും വരുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഓട്ടോ മേഖലയിൽ നിന്ന് നമ്മുടെ സഹപ്രവർത്തകരാൽ കഴിയുന്ന സഹായം ഇദ്ദേഹത്തിന് നമ്മൾ ചെയ്യേണ്ടതാണ്. മാത്രമല്ല നമ്മുടെ മേഖലയിലുള്ളവർക്ക് അവരായിട്ട് പരിചയമുള്ള മറ്റാളുകളോടും ഈ ഒരു വിവരം അറിയിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് പരമാവധി സഹായം ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ സഹപ്രവർത്തകർ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കിഡ്നിയെ ബാധിച്ചപ്പോൾ ഇത് എത്ര ഏകദേശം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ട് ഇപ്പോൾ എത്രയായി കിഡ്നിയെ ബാധിച്ചു എന്നുള്ളത്? അത് 4 മാസമായി. 4 മാസം 5 മാസത്തോളമായി കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നെഫ്രോൻ്റെ
ചികിത്സയും കൂടെ ഇപ്പോൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. യൂറോൻ്റെതും അതുപോലെ നടക്കുന്നുണ്ട് മുന്നോട്ട്. നിങ്ങൾക്ക് ഈ അസുഖം ബാധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ അതെടുത്തതിന് ശേഷമാണ് പിന്നെ അതെടുത്തതിന് ശേഷം ഇപ്പോൾ 4 മാസമായിട്ട് കിഡ്നിനെ ടോട്ടലി ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബാധിച്ചിട്ടുണ്ട്. അത് ചിലപ്പം ഇതിൻ്റെ മുന്നേ 11 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് 9 വരെ എത്തിപ്പോയിട്ടുണ്ട്. 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്. ബെഡിലാന്ന് പറഞ്ഞിട്ട് കിഡ്നീൻ്റെ ഭാഗത്ത് ചെറിയ വീക്കുണ്ട്. അതായത് മുമ്പ് സ്റ്റഡ് ഇട്ടിട്ട് 3 മാസം കഴിഞ്ഞിട്ട് എടുത്തതാണ്, റിമൂവ് ചെയ്തതാണ്. അപ്പോൾ കിഡ്നിക്ക് അതുകൊണ്ടുള്ള ഈ നവാസ് കെ ഇപ്പോൾ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കാണില്ല. നവാസ് കെയുടെ ഒരു 10 വർഷം 4, 5, 6 വർഷം മുന്നേയുള്ള ഫോട്ടോയും ഇപ്പോൾ നവാസ് കെയുടെ അവസ്ഥയും കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നവാസ് കെയുടെ ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്കാർക്കും ഇത് നഗരത്തിനകത്ത് ഓടുന്ന നവാസ് കെ ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ മാറി എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നിലവിലെ ഈ ബാഗിന് 450 രൂപ ഒരു 3 ദിവസം ഈ ബാഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 450 രൂപ ഒരു ദിവസം തന്നെ ബാഗിന് ചിലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മരുന്നുകൾ, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഭീമമായ സംഖ്യ തന്നെ ഒരു ദിവസം ചിലവ് വരുന്നുണ്ട്. ഞാനിവിടെ കയറി വന്നപ്പം തന്നെ ഇതൊരു വാടക വീടാണ്. മറ്റുള്ള ആളുകളെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ വാടക അടച്ചിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ മൂപ്പരെ ഈ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് കിഡ്നിക്ക് സ്റ്റഡിട്ട് ഇപ്പോൾ സ്റ്റഡ് നിലവിൽ റിമൂവ് ചെയ്തു. ഇപ്പോൾ കിഡ്നീനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 2 വട്ടം ഡയാലിസിസ് വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ശോചനീയമായ ഒരു അവസ്ഥ കൂടിയാണ് മൂപ്പര് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മളൊക്കെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് നമ്മളെ കുടുംബം പോറ്റാനും നമ്മളെ വയറ് നിറയ്ക്കാനും വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മളെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയല്ല, കാരണം പറയുന്നതിൽ തന്നെ വളരെ വിഷമമുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഓട്ടോ തൊഴിലാളികളുടെ ഇടയിൽ നമ്മൾ പല രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ നടത്തിയ എല്ലാ ചാരിറ്റി പ്രവർത്തനത്തിലും നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിലും അതുപോലെ തന്നെ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് ഈ വ്യക്തിൻ്റെ അസുഖം ഭേദപ്പെടുത്താൻ വേണ്ടി ഉദാരമായിട്ട് നല്ല രീതിയിൽ അകമഴിഞ്ഞിട്ടൊരു സഹായം തന്നെ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു നമ്പർ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഈ രോഗാവസ്ഥ എന്താണെന്നുള്ളതും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ നമ്പർ താഴെ കൊടുക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ മുമ്പിൽ ഈ മെസ്സേജിലൂടെ അറിഞ്ഞിരിക്കും. ആയതുകൊണ്ട് ഇത് നിങ്ങളെ കയ്യിലേക്ക് ഈ മെസ്സേജ് എത്തിപ്പെട്ടാൽ നിങ്ങൾ ആദ്യം നിങ്ങളാൽ കഴിയുന്ന സംഭാവന ഇതിൽ സഹായം ചെയ്തുകൊണ്ട് നിങ്ങളെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുക്കണം. ആരും ഇത് തട്ടി മാറ്റാതെ എല്ലാവരും ഈ സുഹൃത്തിനെ സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു അസുഖത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ യാസറും ഫയാദും ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ളത് എല്ലാവരും കൂട്ടത്തോടെ ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോ നമ്മളൊക്കെ അറിയുന്ന എല്ലാവർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കാം. ഈ ഫണ്ട് കളക്ഷൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിൽ മാത്രമാണ് നമ്മൾ നടത്തി പോരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ നമ്മുടെ കഴിവിൻ്റെ പരമാവധിയുള്ളൊരു തുക, അത് ചെറുത് എന്നുള്ളതല്ല, നമ്മളിതിൽ നമ്മുടേതായ പങ്ക് വഹിക്കുന്നു എന്നതിലാണ് കാര്യം എന്ന തിരിച്ചറിവോടുകൂടി എല്ലാവരും ഈ വിഷയത്തിനെ നോക്കി കാണണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്.